അഖില, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ വരുന്ന ഒരു വാർത്ത നെന്മാറ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ CIA സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അച്ഛനെയും അമ്മൂമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ നടപടി തൃപ്തികരമാണോ? കേരളത്തിലെ ഇപ്പോൾ ഈ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നടക്കുന്നത് അല്ലേ? എന്ന് നേരം വെളുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വാർത്തയാണ് കേൾക്കുന്നത്. പല പെൺകുട്ടികളും പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും കുട്ടികൾ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പലരെയും നഷ്ടപ്പെട്ട് അവർ ഒരു അനാഥത്വത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം കൂടിയാണ് ഈ രണ്ട് പെൺമക്കൾ. ഈ പെൺകുട്ടികളുടെ അമ്മയെ ഒരു 6 വർഷം മുമ്പ് കൊന്നു കളഞ്ഞു. ഈ സെയിം ആള്, ചെന്താമരൻ എന്നാണ് അവൻ്റെ പേര്. എന്തൊരു ദുഷ്ടനാണ്! 6 വർഷം മുമ്പ് അമ്മയെ കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി പരോളിൽ ഇറങ്ങി വന്നിട്ട് ഇപ്പം ആ കൊച്ചിൻ്റെ അപ്പനെയും വല്യമ്മയെയും കൊന്നു. അവൻ കരുതി കൂട്ടി വന്നതാണ്. ഇപ്പൊ പോലീസുകാർക്ക് ഈ പെങ്കൊച്ചും അതിൻ്റെ അപ്പനും കൂടെ പോയി പരാതി കൊടുത്താണ്. എന്നിട്ട് ഈ പോലീസുകാർ ഒരാക്ഷനും എടുത്തില്ല. അവർ വിചാരിച്ച് ഇവനോട് താക്കീത് കൊടുത്തു. അപ്പോൾ അവൻ ആ ഏരിയയിൽ അവന് പ്രവേശിക്കാൻ അനുവാദം ഇല്ലാത്തതാണ്. അപ്പോൾ താക്കീത് കൊടുത്തപ്പോഴത്തേനും അവരങ്ങ് വിചാരിച്ചു ഇനി ഇവൻ ഈ ഏരിയയിൽ വരികയാണെന്ന്. ഓർത്ത് നോക്കിക്കോണം. ഇപ്പം നമുക്കറിയാം എത്രയോ കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ എല്ലാം നടന്ന്. ഇപ്പം നമുക്ക് നവീൻ ബാബുവിൻ്റെ കേസ് എടുത്താൽ തന്നെ അറിയാം. അവിടെ 2 പെൺകുട്ടികൾ അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാഴ്ച മുൻപാണ് നമുക്ക് അറിയാം എറണാകുളത്ത് ഒരു വീട്ടിലെ 3 പേരെ ഒരാൾ വെട്ടിക്കൊന്നു. ഇങ്ങനെ കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയൊക്കെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുഹൂർത്തമാണ് അവരെ സംബന്ധിച്ച്. ആദ്യം അഖില, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ വരുന്ന ഒരു വാർത്ത നെന്മാറ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ CIA സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അച്ഛനെയും അമ്മൂമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ നടപടി തൃപ്തികരമാണോ? അയാളെ കൂടി ഒന്ന് കൊന്ന തൃപ്തിയായി. ഫസ്റ്റത്തെ പോലീസിന് വീഴ്ച പറ്റി. ഇനിയെങ്കിലും നല്ല രീതിയിൽ അയാളെ കണ്ടുപിടിച്ച് തൂക്കി കൊന്നാലെങ്കിലും അവർക്കുള്ള പേരുതാവുമല്ലോ. അപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സമാധാനത്തിനെങ്കിലും കിട്ടുള്ളൂ. ഇനി എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുമോ? തീർച്ചയായും നിങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. പ്രതിയെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. പല വഴിക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ശരിയായ വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള നാട്ടുകാർക്കെങ്കിലും ഭീഷണി ഇല്ലാത്തവണ്ണം പോലീസ് അവരെ പിടിക്കും എന്ന് കരുതുന്നുണ്ടോ? ഇനിയും ആ കുടുംബത്തിലാണെങ്കിൽ ഞാനും എൻ്റെ ചെറിയച്ഛനും അതുല്ലേക്ക് തന്നെ അല്ലേ ഉള്ളൂ. ഇനി ഞങ്ങളെയും കൂടി കൊല്ലാനാണോ? ഇനി അയാൾ തൂക്കിക്കൊന്ന് അത്രയും സമാധാനത്തോടെ ആ നാടും ഞങ്ങൾ ഇരിക്കും. കൊല്ലണം, വെറുതെ വിടാൻ പാടില്ല. അമ്മയും പോയി, അച്ഛനും പോയി, അച്ഛനും പോയി. ഈ കാഴ്ച വളരെയധികം ഹൃദയഭേദകമാണ് അല്ലേ? 2 പെൺകുഞ്ഞുങ്ങൾ, ഒരു മൂത്ത ആളുടെ വിവാഹം കഴിഞ്ഞാണ്, രണ്ടാമത്തെ ആളുടെ വിവാഹം പോലും കഴിഞ്ഞില്ല. ആ കൊച്ച് പേടിച്ചിട്ട്, വീട്ടിൽ കിടക്കാൻ പേടിച്ചിട്ട് അത് ബന്ധുക്കളുടെ ആളുടെ വീട്ടിൽ പോയി കിടന്നുകൊണ്ട് അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇയാളെ പിടിച്ച് കൊന്നു കളയണം, അതിന് വധശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ആ കൊച്ചിൻ്റെ. അത്രയും പേടിച്ച് അവരുടെ ജീവിതം അവരെ ഇനിയും കൊല്ലുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇങ്ങനെ മരണഭീതിയിൽ കഴിയുന്ന അവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ ഈ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, എത്രമാത്രം ജീവനുകളാണ് അത് കാരണം ബലി കൊടുക്കപ്പെടുന്നതെന്നുള്ളതാണ്. എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോകുന്നത്, എത്ര പെൺമക്കള്, എത്ര കൊച്ചുമക്കള് എല്ലാം അനാഥമായി പോകുന്നു. പോലീസിൽ പരാതി കൊടുത്താൽ അവർക്ക് ഇപ്പം നമുക്കറിയാം ആവശ്യം ഇല്ലാത്ത ഓരോ കേസിനൊക്കെ ഇവരുടെ ഉടനടിയുള്ള ഒരു പ്രകടനം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതി എന്നപ്പോഴത്തേനും എന്തോ ഒരു തീവ്രമായ ഒരു അന്വേഷണം, കാര്യങ്ങൾ, അറസ്റ്റുമാണ് നടന്നത് അല്ലേ? ആ ഒരു തീവ്രത ഈ ഒരു കേസിൽ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പെൺമക്കൾ അനാഥരായി പോവുകയില്ല. ഈ പെൺകൊച്ച്
ഇതുപോലൊരു വിധി. അതിൻ്റെ അമ്മ ഓൾറെഡി പോയി. ഇപ്പോൾ അപ്പനും വല്യമ്മയും പോയിരിക്കുകയാണ്. കംപ്ലീറ്റ് അനാഥമായി പോയി ആ കൊച്ചുങ്ങൾ. ഇതുപോലെ നിഷ്ക്രിയരായ പോലീസുകാർ ഇവർക്ക് എന്തിനാണ് ശമ്പളം കൊടുത്തിങ്ങനെ നടത്തുന്നുള്ളതാണ്. സ്വന്തം ഡ്യൂട്ടി ചെയ്യാൻ ഇവർക്ക് പറ്റുക, അല്ലെങ്കിൽ ഇവരൊക്കെ ജോലി നിർത്തി വീട്ടിൽ പോയിരിക്കുക ചെയ്യേണ്ടത്. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർ തയ്യാറാകണം. ഈ പോലീസ് അതിർത്തിയിൽ ഇവരുടെ അതിർത്തിയിൽ കയറാൻ അനുവാദമില്ലാത്ത ഒരാൾ പരോളിൽ വന്നപ്പോൾ ഇയാൾ അവിടെ വന്നിരുന്നെങ്കിൽ അവരെ തിരിച്ച് ജയിലിൽ കൊണ്ടാക്കുക, തിരിച്ച് ജയിലിലേക്ക് അയക്കുക കാരണം ജാമ്യ വ്യവസ്ഥകൾ തെറ്റിച്ചു. അത് ഈ പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ്. അത് നടപ്പാക്കിയില്ല. ഇത് വലിയൊരു അനാസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പം അവരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ ജോലിയിൽ തിരിച്ചെടുക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം നഷ്ടപ്പെട്ടത് ആ പെൺമക്കൾക്ക് മാത്രം. അവരുടെ കുടുംബം തീർന്നു, അത്രയേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ അനാഥമായി പോയില്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥകളൊക്കെ മാറി വരണം. പോലീസുകാരാണേലും ഉദ്യോഗസ്ഥരാണേലും അവനവൻ്റെ ജോലി ഉത്തരവാദിത്തോടെ ചെയ്യാൻ, ഒരു മനസ്സാക്ഷിയോടെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അർപ്പണബോധത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുക. അതിനുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇതെല്ലാം നമ്മൾ പറയുന്നതല്ലാതെ ഒരു മാറ്റങ്ങളും വരുന്നില്ല. അതാണ് വളരെ ദുഃഖകരമായ ഒരു സത്യം.